Hello my dears. So today in this video we'll be discussing the first unit of module 1 from our third semester English paper, that is English for Career. English for Career എന്ന third semester പേപ്പറിൽ 4 modules ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Module 1 vocabulary, Module 2 grammar, Module 3 reading comprehension, Module 4 remedial exercise. So നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് Module 1 vocabularyയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഈ ഒരു മൊഡ്യൂളിൻ്റെ, അതായത് വൊക്കാബുലറി എന്ന മൊഡ്യൂൾ 1ന്റെ എയിം തന്നെ നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. അതായത് പാസേജിൽ നിന്ന് കൂടുതൽ വേർഡ്സ് നിങ്ങൾ ഫെമിലിയർ ആവുക, പുതിയ പുതിയ വേർഡ്സ് ഫെമിലിയർ ആവുക, അതിന്റെ മീനിങ് മനസ്സിലാക്കുക, സിനോണിംസ് ആന്റോണിംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് ഈ ഒരു മൊഡ്യൂൾ 1 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ വേർഡ്സുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക എന്നതൊക്കെ. യൂണിറ്റ് 1 ടെക്സ്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 2 ഭാഗമുണ്ട് അതിൽ. ഒന്നാമത്തത് ഒരു പാസേജ് ആണ്, അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആ പാസേജിൽ നിന്ന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, പ്രാക്ടീസ് എക്സസൈസ്. നിങ്ങൾക്കൊരു പാസേജ് തരും, ആ പാസേജ് നന്നായിട്ട് വായിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് us go to the passage first. So here the passage given in your textbook is an extract from Dr. APJ Abdul Kalam sir's autobiography A Wings of Fire. അബ്ദുൽ കലാം സാറിന്റെ ഓട്ടോബയോഗ്രഫി ആയ വിങ്സ് ഓഫ് ഫയറിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്ട് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് പാസേജ് എന്ന് പറയുന്നത്. ഓക്കെ, പാസേജ് നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പാസേജ് നന്നായിട്ട് വായിക്കുമ്പം പുതിയ വേർഡ്സുമായിട്ടും പുതിയ ഫ്രേസൽ വേർബ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഫെമിലിയർ ആകും. അപ്പൊ എക്സസൈസ് ക്വസ്റ്റ്യൻസിനകത്ത് മേ ബി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാകാം: ഒരു വേർഡ് തന്നിട്ട് ആ വേർഡിന്റെ അർത്ഥം വരുന്ന വേർഡ് പാസേജിന്റെ ഏത് ഭാഗത്താണുള്ളത്, അല്ലെങ്കിൽ ആ വേർഡ് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ. നമ്മൾ പാസേജ് നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യനെയും ആ പാസേജിനെയും തമ്മിൽ കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ പാസേജ് നോക്കുക. When I joined the BSc course at St. Joseph, I was unaware of any other option for higher education, nor did I have any information about career opportunities available to a student of science. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അബ്ദുൽ കലാം സാറിന്റെ ഓട്ടോബയോഗ്രഫി ആയ വിങ്സ് ഓഫ് ഫയറിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്ട് ആണിത്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം സെയിന്റ് ജോസഫ് കോളേജിൽ BSc കോഴ്സിന് ചേർന്ന ആ ഒരു സമയത്ത് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച്, ഉപരിപഠനത്തിനെ കുറിച്ച് യാതൊരു അറിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അണവെയർ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആ ഒരു അവസ്ഥ. മാത്രമല്ല, ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന തൊഴിലവസരത്തെക്കുറിച്ചും അറിവുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. Only after obtaining a BSc did I realize that physics was not my subject. I had to do engineering to realize my dreams. BSc കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഫിസിക്സ് അല്ലായിരുന്നു എന്റെ വിഷയമെന്ന് പോലും തിരിച്ചറിയുന്നത്. എന്റെ സ്വപ്നങ്ങൾ തിരിച്ചറിയാൻ ഞാൻ എടുക്കേണ്ടിയിരുന്നത് എഞ്ചിനീയറിംഗ് ആയിരുന്നു. എന്റെ ഇന്റർമീഡിയറ്റ് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാമായിരുന്നു. ആ സമയത്തെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതായത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇച്ചിരി താമസിച്ചിട്ടാണെങ്കിലും ചെയ്യുക എന്നത്. I had to do engineering to realize my dreams. I could have joined an engineering course long ago, right after finishing my intermediate course. Better late than never, I told myself as I made a detour. Applying for admission to the Madras Institute of Technology, regarded as the crown jewel of technical education in South India at that time. ഒരു വഴിത്തിരിവ്, അതിനെയാണ് ഇവിടെ ഡിറ്റോർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം BSc ഫിസിക്സിന് ശേഷം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വഴി മാറി ചിന്തിച്ചു. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് അർത്ഥമാക്കുന്നത്. I managed to be on the list of selected candidates, but the admission to this prestigious institution was an expensive affair. Selected candidates ന്റെ ലിസ്റ്റിൽ അദ്ദേഹവും വന്നു. പക്ഷേ ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കുക എന്നത് കുറച്ച് ചെലവേറിയ കാര്യമായിരുന്നു. Around 1,000 rupees was required and my father could not spare that much money. 1000 രൂപയോളം ഇതിന് ആവശ്യമുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ കയ്യിൽ അത്രയും പൈസയില്ല. ആ സമയത്താണ് എന്റെ സിസ്റ്റർ സുഹറ
എനിക്ക് വേണ്ടി അവളുടെ സ്വർണ്ണവളകളും ചെയിനും പണയം വെച്ച് പൈസ എടുത്തു തന്നത്. At that time, my sister Suhara stood by me, mortgaging her gold bangles and chain. I was deeply touched by her determination to see me educated and by her faith in my abilities. അതായത് അവൾക്ക് എന്നോടുള്ള ഒരു സ്നേഹവും വിശ്വാസവും ഞാൻ പഠിച്ച് നല്ലവനായി വരണം എന്നുള്ള ഒരു ആഗ്രഹവും കണ്ട് ഞാൻ ഭയങ്കര ഡീപ്ലി ടച്ച്ഡ് ആയി. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. I vowed to release her bangles from the mortgage with my own earnings. The only way before me to earn money at that point of time was to study hard to get a scholarship. അതായത് ഞാൻ തന്നെ അവൾക്ക് ഉറപ്പ് കൊടുത്തു, പഠിച്ചതിന് ശേഷം എൻ്റെ ഏർണിങ്സിൽ വെച്ച് ആ ഒരു പൈസ എടുത്ത് ആ വളയും മാലയും പണയം വെച്ച കാര്യം തിരിച്ചെടുത്ത് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. അപ്പൊ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈ പൈസ സമ്പാദിക്കുക എന്നത്. വളരെ നന്നായിട്ട് പഠിച്ച് അതിലൂടെ ഒരു സ്കോളർഷിപ്പ് കണ്ടെത്തി തുടർന്നുള്ള പൈസയിൽ ഈ വളയും ചെയിനും ഒക്കെ എടുത്തു കൊടുക്കാനായിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചത്. സോ ഇത് ഇത്രയുമാണ് ഈ പാരഗ്രാഫിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം വേണം നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. The first question is, dash is a phrase from the passage which means have no knowledge of. Have no knowledge എന്നാൽ അറിവില്ലാതിരിക്കുക എന്നാണ് അർത്ഥം. സോ ഈ പാസേജിൽ ആ മീനിങ് വരുന്ന ഫ്രേസ് അൺഅവെയർ എന്നതാണ്. ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഉണ്ട്, I was unaware of any other option for higher education. ഉപരിപഠനത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഓപ്ഷൻസിനെ പറ്റി ഒന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, dash is a word used in the passage for an occupation undertaken for a significant period of a person's life. ഒരാളുടെ ലൈഫിലെ ഒരു പീരീഡിൽ, അതായത് ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ ഒരു കാലയളവിലോ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ പറയുന്ന ടേം എന്താണെന്ന്? കരിയർ എന്നതാണ് അതിന്റെ ആൻസർ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, റിയലൈസ് ഇൻ ദ ഗിവൻ കോണ്ടെക്സ്റ്റ് മീൻസ്. അതായത് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ റിയലൈസ് എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം എന്താണ്? ഈ പാസേജിൽ തന്നിട്ടുള്ള അർത്ഥമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ഗെറ്റ് ഇൻഫർമേഷൻ, ബി ഫുള്ളി അവെയർ ഓഫ് സംതിങ്, സി കോസ് ടു ഹാപ്പൻ, ആൻഡ് ഡി ബി എൻകറേജ് ടു ഡു സംതിങ്. ഇവിടെ റിയലൈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതിന്റെ മീനിങ് ആയിട്ട് വന്നിട്ടുള്ളത്. ബി ഫുള്ളി അവെയർ ഓഫ് സംതിങ്, അതായത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഫിസിക്സ് അല്ല അദ്ദേഹത്തിന്റെ സബ്ജക്ട് എന്ന് തിരിച്ചറിഞ്ഞില്ലേ, അവിടെ തിരിച്ചറിവിനെയാണ് റിയലൈസ് എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്തത്. ആൻഡ് കോസ് ടു ഹാപ്പൻ, അതും റിയലൈസ് എന്ന് പറയുന്ന ഈ ഒരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. So the next question is, the phrase made a detour in the passage means option A, traveled a lot, B, went sightseeing, C, moved away from home, D, chose a different subject. ഇവിടെ ഡിറ്റോർ എന്ന് പറഞ്ഞാൽ വഴിത്തിരിവ്, ഡൈവേർഷൻ എന്നതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അദ്ദേഹം ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ നിന്ന് എഞ്ചിനീയറിംഗിലോട്ട് വഴിമാറി സഞ്ചരിച്ചെത്തിയില്ലേ. സോ അതെന്തായിരിക്കും? അപ്പൊ അതിന്റെ ആൻസർ മെയ്ഡ് എ ഡിറ്റോർ എന്ന് പറയുന്നത് ചോസ് എ ഡിഫറെന്റ് സബ്ജക്ട്. അതായത് അദ്ദേഹം ഇവിടെ വഴിത്തിരിവെന്ന് ഉദ്ദേശിച്ചത് ആ സബ്ജക്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ്. ഓക്കെ, ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ഈസ്, ദ വേർഡ് dash from the passage is a synonym of reputable. reputable എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഒരു റിസ്പെക്റ്റഡ്, അഡ്മയർഡ് എന്നൊക്കെയാണ് ആ വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ ആ വേർഡിന്റെ മറ്റൊരു സിനോണിമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന വേർഡ് ഈ പാസേജിൽ അത് ഏതാണെന്നാണ് ചോദ്യം. സിനോണിം എന്ന് പറഞ്ഞാൽ എ വേർഡ് ഓർ എ ഫ്രേസ് ദാറ്റ് മീൻസ് എക്സാക്ട്ലി ഓർ നിയർലി ദ സെയിം ആസ് അനദർ വേർഡ്. പര്യായ പദങ്ങൾ ഇല്ലേ? അതായത് റെപ്യൂട്ടഡ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിമായിട്ട് നമുക്ക് അഡ്മയർ എന്ന് പറയാം, അല്ലെങ്കിൽ റിസ്പെക്റ്റഡ് എന്ന് പറയാം. അതുപോലെ മറ്റേത് വേർഡാണ് ഈ പാസേജിൽ ഉള്ളതെന്നാണ് ചോദ്യം. പ്രസ്റ്റീജിയസ്, അതാണ് എന്റെ ആൻസർ. ഓക്കെ, ആൻഡ് സിക്സ് ക്വസ്റ്റ്യൻ ഈസ്, പിക്ക് ഔട്ട് ദി ആന്റോണിം ഓഫ് ഇക്കണോമിക്കൽ ഫ്രം ദി പാസേജ്. അതായത് ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ഇക്കണോമിക്കൽ എന്ന് പറയുന്ന ടേമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഈസ് expensive. expensive ആണ് ആൻസർ. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് ഡീപ്ലി ടച്ച്ഡ് is related to option A, punishment, option B, strong emotion, C, special treatment, D, none of the above. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരി വളയും ചെയിനും ഒക്കെ പണയം വെച്ച് പൈസ അദ്ദേഹത്തിന് കൊടുത്തില്ലേ ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു ഇൻസിഡന്റിലാണ് അദ്ദേഹം ഡീപ്ലി ടച്ച്ഡ് ആയത്. സോ അത് ഒരു സ്ട്രോങ് ഇമോഷനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡാഷ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് വൗ. സോ ഓപ്ഷൻസ് നോക്കുക. എ, സ്പീച്ച്, ബി, പ്രോമിസ്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉറപ്പ് നൽകുക, ഒരു ഡിക്ലറേഷൻ ആണ്. ആൻഡ് സി ഈസ് ഓത്ത്. ഓത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്ട് ഓർ എ പ്രോമിസ്.
ആൻഡ് ഡി പ്ലെഡ്ജ്. പ്ലെഡ്ജ് ഇസ് ബേസിക്കലി എ വെരി സീരിയസ് ഫോമൽ പ്രോമിസ് അല്ലേ. സോ ഇതില് വോ എന്ന് പറയുന്ന ടേമിന്റെ സിനോണിം അല്ലാത്തത് ഓപ്ഷൻ എ സ്പീച്ച് ആണ്. 9th question, mortgage is related to A. criminal procedures, chemical reactions, movies and music, financial transaction. പണയം വെക്കുക എന്നതാണ് ഈ ടേമിന്റെ അർത്ഥം. സോ ആൻസർ ഈസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ആൻഡ് 10th question is dash is a single word for the condition of being a candidate. ഒരു കാൻഡിഡേറ്റ് ആകുന്നതിന് ആയിട്ടുള്ള ഒരു വേർഡ് ഏതാണെന്നാണ്. ഓപ്ഷനിൽ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, കാൻഡിഡേറ്റ്. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. Now we are going to deal with the questions from practice exercises section 2. Find the meaning of the words or phrases in italics. Italicsൽ തന്നിട്ടുള്ള വേർഡ്സിന്റെ മീനിങ് കണ്ടെത്തുക എന്നതാണ്. വേർഡ്സോ ഫ്രൈസോ അത് ഇറ്റാലിക്സിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? He was lauded for his significant contributions to aeronautics. സോ ഇവിടെ ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വേർഡ് lauded എന്നതാണ്. അതിന്റെ അർത്ഥം പ്രശംസ എന്നതാണ്. ആ വേർഡിന്റെ അർത്ഥം മലയാളം അർത്ഥം പ്രശംസ എന്നതാണ്. സോ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ഈ ഒരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്രീസിയേറ്റഡ് ആൻഡ് റിവാർഡഡ്, ഡിഫീറ്റഡ്, റിഡിക്യൂൾ. ആൻസർ അപ്രീഷിയേറ്റഡ് എന്നതാണ്. ഓക്കെ, പ്രശംസിക്കുക, നമ്മൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? സോ ആൻസർ ഈസ് അപ്രീസിയേറ്റഡ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് several animal species have been annihilated due to human encroachment upon forest areas. ഇവിടെ annihilated എന്നതാണ് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ളത്. അതിന്റെ മലയാളം അർത്ഥം ഉന്മൂലനം ചെയ്യുക എന്നതാണ്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ്. സോ ആ ഒരു അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ക്രിയേറ്റഡ് അല്ല, ഡിസ്കവേർഡ് അതുമല്ല, ത്രെറ്റൻഡും അല്ല. സോ ആൻസർ ഈസ് ഇറാഡിക്കേറ്റഡ്. ഇറാഡിക്കേറ്റഡ് എന്നതാണ് അർത്ഥം. അതുപോലെ ഡിസ്ട്രോയിഡ്, വൈപ്ഡ് ഔട്ട്, ഡിവാസ്റ്റേറ്റഡ്, ഇതൊക്കെ ഈ ഒരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് fill in the blanks with the right word. The servo at the bank was dashed by cyber criminals. Morphed and hacked. 2 ടേം തന്നിട്ടുണ്ട്. സോ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഹാക്കിംഗ് ആണ്, ഹാക്ഡ് ആണ്. കാര്യം മോർഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഇമേജിനെ നമ്മൾ കമ്പ്യൂട്ടർ ആനിമേഷൻ ഒക്കെ ഉപയോഗിച്ച് മറ്റൊരു ഇമേജിലോട്ട് മാറ്റുന്നതിനെയാണ് മോർഫിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ ഹാക്ഡ് എന്നതാണ്. ഓക്കെ, and next question is all kinds of foreign consumer brands are now available at our local store because of the dash policy. ലിബറലൈസേഷൻ ആണോ ലോക്കലൈസേഷൻ ആണോ? ലിബറലൈസേഷൻ പോളിസി കാരണമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആവുന്നത്. എല്ലാ ഫോറിൻ പ്രൊഡക്ട്സും ഇപ്പം നമ്മുടെ മാർക്കറ്റിലും അവൈലബിൾ അല്ലേ. ഗ്ലോബലൈസേഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ആൻഡ് പിക്ക് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഓർ ഫ്രേസ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വേർഡ്സിന്റെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന മീനിങ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നതാണ് ചോദ്യം. ഐ അർജന്റ്ലി നീഡ് യുവർ കാർ ടുമോറോ, വിൽ യു ഒബ്ലൈഗ് മീ? സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതില് അതായത് എനിക്ക് നാളെ അർജന്റ് ആയിട്ട് നിങ്ങളുടെ കാർ വേണം, സഹായിക്കൂ എന്നതാണ് ചോദ്യം. പക്ഷെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പം എഗ്രി ടു ഹെൽപ്പ് ആണ് ആ ഒരു ടേമിന്റെ അർത്ഥം, ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള ടേമിന്റെ അർത്ഥം. സോ എഗ്രി ടു ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റെഫ്യൂസ് എന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഐ വാസ് അപ്സെറ്റ് ബൈ ഹിസ് ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ്. ഐ വാസ് അപ്സെറ്റ് ബൈ ഹിസ് ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ്. സോ ഹോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്, മീൻസ് വെരി അൺഫ്രണ്ട്ലി, അതാണ് ആ ഒരു ടേമിന്റെ അർത്ഥം. സോ അങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത് ഒപ്പോസ്ഡ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് എന്നതാണ്. പിക്ക് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയംസ് ഓഫ് ഫ്രേസസ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസിന്റെ മീനിങ് കൊടുക്കുക എന്നതാണ്. ഐ റാൻ ഇൻ ടു അജിത്ത് ആൻഡ് ഹിസ് ഫാമിലി അറ്റ് ദ മോൾ യെസ്റ്റർഡേ. റാൻ ഇൻ ടു എന്നതാണ് ഇതിൽ ഇറ്റാലിസൈസ് ചെയ്തിട്ടുള്ള വേർഡ്. സോ റാൻ ഇൻ ടു, ഈ ഒരു സെന്റൻസിൽ റാൻ ഇൻ ടു എന്നതിന്റെ അർത്ഥം എന്താണ്? കൊളൈഡഡ് വിത്ത്, കൂട്ടിയിടിച്ചു. പ്ലാൻഡ് മീറ്റിംഗ്, നേരത്തെ പറഞ്ഞുറപ്പിച്ച ആ ഒരു മീറ്റിംഗ്. ആൻഡ് മെറ്റ് അൺഎക്സ്പെക്ടഡ്ലി, അവിചാരിതമായി കണ്ടുമുട്ടി. ഡിഡ് നോട്ട് സീ, കണ്ടതേയില്ല. സോ ഇവിടെ അജിത്തിനെയും അജിത്തിന്റെ ഫാമിലിനെയും ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് അവിചാരിതമായിട്ടാണ് കണ്ടത്. സോ റാൻ ഇൻ ടു എന്ന് പറഞ്ഞാൽ മെറ്റ് അൺഎക്സ്പെക്ടഡ്ലി. 8th question, the man who just left the bank made off with all the money in the cashier's desk. അവിടെ ബാങ്കിൽ വന്ന ആ ഒരു മനുഷ്യൻ കാഷ്യറിന്റെ ഡെസ്കിൽ നിന്നുള്ള പൈസ എടുത്ത് മെയ്ഡ് ഓഫ് വിത്ത് എന്നതിന്റെ അർത്ഥമാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. സോ ഓപ്ഷൻ എ നോക്ക്. ഗേവ് ദ മണി ടു ദ കാഷ്യർ, കാഷ്യറിന് പൈസ നൽകി. വിത്ഡ്രോ ദ മണി, അവിടെ നിന്ന് പൈസ കളക്ട് ചെയ്തു. ഡിപ്പോസിറ്റഡ് ദ മണി, പൈസ അവിടെ തന്നെ നിക്ഷേപിച്ചു. ഡി സ്റ്റോൾ ദി മണി, സ്റ്റോൾ ദി മണിയാണ് ആൻസർ. അതായത് ആ ബാങ്കിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ
കാഷ്യറിന്റെ ഡെസ്കിൽ നിന്ന് ഉള്ള പൈസയും കൊണ്ട് മെയ്ഡ് ഓഫ് എന്ന് പറയുമ്പോൾ സ്പീഡിൽ അവിടെ നിന്ന് പോയി. അപ്പൊ ആൻസർ stole the money എന്നതാണ്. 9th question, the correctly spelt word is differential എന്നാണോ differentiate ആണോ എന്നതാണ് ചോദ്യം. correctly spelt word differentiate ആണ്. differentiate. Okay. And 10th question, make a sentence with the correct answer to the above question. തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു കറക്റ്റ് ആൻസർ അല്ലേ ഡിഫറൻഷിയേറ്റ്, ആ ഒരു വേർഡ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് പറയുക എന്നതാണ് അല്ലെങ്കിൽ എഴുതുക എന്നതാണ് 10th question. ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം മനസ്സിലാക്കുക അല്ലെങ്കിൽ വിവേചനം കാട്ടുക എന്നതാണ്. സോ ഡിഫറൻഷിയേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ടേംസ് തീർച്ചയായും ഉണ്ടാക്കാവുന്നതാണ്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സെന്റൻസ് വേർഡ് അല്ല സെന്റൻസ്, എ ചൈൽഡ് മേ നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹിസ് ഇമാജിനേഷൻ ആൻഡ് റിയൽ വേൾഡ്. ഇമാജിനേഷനും റിയൽ വേൾഡും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിനെ എങ്ങനെ വ്യത്യസ്തപ്പെടുത്തണം എന്നുള്ളത് ഒരു ചെറിയ കുട്ടിക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. ഓക്കെ, സോ ഇത് ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. ഈസി ആണല്ലേ? ആ പാസേജ് നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നിരിക്കുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസും 1-2 തവണ വായിച്ചാൽ മതി. ഇങ്ങനെ വായിച്ച് വരുമ്പോഴാണ് നമ്മൾ പുതിയ വേർഡ്സുമായിട്ട് ഫെമിലിയർ ആവുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.